ഒരു അവാർഡും ജെന്യൂൻ അല്ല. അവിടെ ഒന്നെങ്കിൽ ജൂറിയിൽ നമ്മുടെ ആൾ വേണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പോലും കിട്ടിയത് BJP സപ്പോർട്ട് കൊണ്ടാണ്. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് സെൻട്രൽ ഒരു അവാർഡ് കിട്ടില്ല, ബിക്കോസ് ഹീസ് കമ്മ്യൂണിസ്റ്റ്. ഇവിടെ രജനീകാന്ത് അവാർഡ് കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കമൽഹാസനാണ്. കമൽഹാസൻ കൊടുക്കാതെയാണ് രജനീകാന്ത് കൊടുത്തിരിക്കുന്നത്. ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയത് മോഹൻലാൽ അതിന് അർഹനല്ലേ? മോഹൻലാൽ അർഹനാണ്, മമ്മൂട്ടിയെക്കാട്ട് അർഹനാണ്. പക്ഷെ മോഹൻലാലിനെക്കാട്ട് അർഹിക്കുന്നത് കമൽഹാസനാണ്. മോഹൻലാലിനെക്കാട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കമൽഹാസനാണ്. കമൽഹാസൻ കൊടുക്കാതെ കമൽഹാസൻ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത്. അത് കഴിഞ്ഞ് അർഹിക്കുന്നത് മോഹൻലാൽ, അത് കഴിഞ്ഞ് അർഹിക്കുന്നത് മമ്മൂട്ടി. ഒരു അവാർഡും ജെന്യൂൻ അല്ല കേരളത്തിലല്ല. ഒരു അവാർഡ് ഇവൻ നൊബേൽ പ്രൈസ് പോലും ജെന്യൂൻ അല്ല. ഒബാമയ്ക്ക് ഒരു കൊടുത്തില്ലേ, ഒരു അവാർഡും ജെന്യൂൻ അല്ല. നമ്മളുടെ ആ ജൂറിയിൽ നമ്മുടെ ആൾ വേണം. മോഹൻലാൽ മമ്മൂട്ടിക്ക് 22 തവണയും മോഹൻലാൽ 15 തവണ നാഷണൽ അവാർഡ് മിസ്സായിരിക്കണം. അപ്പൊ പൃഥ്വിരാജിന് കേരള സ്റ്റേറ്റ് അവാർഡ് അതൊരു നല്ല ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. ഇവിടെ സംസ്ഥാന അവാർഡ് അതിൽ മസം വന്നിട്ട് പണ്ട് മോഹൻലാൽ പ്രണയത്തിന് കൊടുക്കേണ്ട പകരം ഗണേഷ് കുമാറിന്റെ ഇൻഫ്ലുവൻസിൽ ദിലീപിന് വെള്ളരി പ്രവണ അതിന് കൊടുത്തു. അത് മോഹൻലാൽ കിട്ടേണ്ട അവാർഡായി. ഇത് അവാർഡ് ഒന്നും ജെന്യൂൻ അല്ല. കാരണം ജൂറിയിൽ നമ്മുടെ ആൾ വേണം, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്.